മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു ഒറ്റയാൾ പോരാളിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിലവിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഉയർന്നു വരുന്ന വിവാദങ്ങൾ സതീശൻ ഒറ്റയ്ക്ക് തന്നെ പ്രതിരോധിച്ച് ഒറ്റയ്ക്കാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു ഒറ്റയാനായിട്ട് മാത്രം അദ്ദേഹം നിൽക്കുകയാണ്. സാധാരണ നമ്മളിപ്പോൾ LDFനെ ഒക്കെ വിലയിരുത്തുകയാണെങ്കിൽ പിണറായിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് പ്രതിരോധം തീർക്കാനായിട്ട് താഴെ തട്ടിലുള്ള അണികൾ മുതൽ പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നെങ്കിൽ പോലും അണികൾ ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ ഒരു പ്രതിരോധ വലയം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ നമ്മൾ വി ഡി സതീശൻ്റെ ഈ 3 മാസത്തെ കാലയളവ് നോക്കുമ്പോൾ ഇതിനിടയിൽ പല വിവാദങ്ങൾ വന്നു. അദ്ദേഹം അതിനെ പ്രതിരോധിച്ചു. പക്ഷേ അപ്പോഴും ഈ മറ്റ് MLA മാരിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും അത്രയ്ക്ക് ഒരു സപ്പോർട്ട് അവിടെ കാണാൻ കഴിയുന്നില്ല. അത് സപ്പോർട്ട് കാണുന്നില്ലെന്ന് മാത്രമല്ല, ഈ മന്ത്രിമാർ തന്നെ ഈ ചുമ്മാതൊക്കെ വായി വരുന്നത് വിളിച്ചു പറഞ്ഞ് അവരും പോയി ഇതിനകത്ത് വീഴുന്നുണ്ട്, അവർ വെട്ടിൽ വീഴുന്നുണ്ട്. പിന്നെ അവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം K മുരളീധരനാണെങ്കിലും അതുപോലെ CP ജോണ്, K മുരളീധരന്, അതിനു മുമ്പ് ഇതിൻ്റെ തുടക്കകാലത്ത് സണ്ണി ജോസഫ്, ഇങ്ങനെ പല ആൾക്കാരും. ഇപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയർ എന്ന് പറയാവുന്ന ഒരാളാണ് സതീശൻ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ അവരുടെ ഇടയിലെ ജൂനിയറാണ് സതീശൻ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. KPCC പ്രസിഡന്റ് വേണം സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ KPCCയുടെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, ഇവരൊക്കെ വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പം നിലവിലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു KPCC ഇല്ല എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. ഇതുവരെ KPCC പ്രസിഡന്റാണ് ഇപ്പം ഉള്ളത്. അദ്ദേഹത്തിന് പക്ഷേ സതീശനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ പറ്റാത്ത ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു പ്രശ്നം. നമുക്കറിയാം KPCC പ്രസിഡൻ്റാണ് ഭരണം നിയന്ത്രിക്കേണ്ടത്. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കേണ്ടത് KPCC പ്രസിഡന്റ്. ഇവിടെ KPCC പ്രസിഡന്റ് ഇല്ല എന്ന് ചോദിച്ചാൽ KPCC പ്രസിഡന്റ് ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കീഴിൽ വെറും ഒരു മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിൽ ആയിട്ടുള്ള വെറും ഒരു മന്ത്രിക്ക് എങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റും? അവിടെയാണ് ഇതിൻ്റെ സാങ്കേതിക തടസ്സമുള്ളത്. മാത്രമല്ല വി ഡി സതീശൻ സ്വന്തമായ ശൈലിയിൽ പോകുന്ന ആളാണ്. സ്വയം വഴിവെട്ടി വന്ന ആളല്ലേ. പുള്ളി സ്വന്തമായ ശൈലിയിലാണ് പോകുന്നത്. അത് അദ്ദേഹം മറ്റുള്ളവരുടെ ഒന്നും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ നിയന്ത്രിച്ച് ഏകദേശം ഒരു പിണറായി ലൈനിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഭരണം വരുന്നതിന് മുമ്പ് നോക്കിയാലും KPCCയുടെ ഒരു ഇടക്കാലത്തെ, അതായത് സുധാകരൻ മാറിയതിനു ശേഷമുള്ള ഒരു അവസ്ഥ നോക്കിയാലും ഈ പറയുന്ന പോലെ വലിയ മാറ്റമൊന്നും അന്നും കാണാനില്ല. നമ്മൾ ചുരുക്കം ചില പ്രസ്താവനകൾ നടത്തി KPCC പ്രസിഡന്റ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നൽകുന്നതല്ലാതെ അന്നും ഈ പറയുന്നത് പോലെ ഒരു അത്രത്തോളം ഒരു ശക്തി അന്നും പ്രകടമായിരുന്നില്ല. ഇല്ല, ഇതിനകത്ത് ഇപ്പം വിവാദങ്ങൾ വന്നത് നമുക്കറിയാം. ഒന്നൊന്നായിട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ വിവാദം വന്നു. അത് കഴിഞ്ഞ് ടാറ്റയുടെ നിക്ഷേപം സംബന്ധിച്ച വിവാദം വന്നു. പിന്നെ ഹെലികോപ്റ്റർ യാത്ര വന്നു. കാലവർഷക്കെടുതി സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ടായി. പക്ഷേ ഇതിനെയെല്ലാം അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് അതിജീവിച്ചു എന്നുള്ളതാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ സതീശൻ്റെ ഒരു ആത്മവിശ്വാസവും പിന്നീട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും. അദ്ദേഹം പറയുന്ന ഒരുപക്ഷെ പച്ചക്കള്ളമായിരിക്കാം, പക്ഷെ അതാ ജനം വിശ്വസിക്കുന്നത്. അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഇന്നലെയൊക്കെ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ലൂസ് ടോക്കിലൊക്കെ പറഞ്ഞ സമയത്ത് അതിനടിയിൽ വന്ന കമൻറ്റുകളാണ്, ഞങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് സാധാരണ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുക. ചിലപ്പോൾ 11 മണി കഴിയുമ്പോൾ വിളിക്കും. അതിനുവേണ്ടി ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് വേണ്ടിയുള്ള ആ പത്രസമ്മേളനം കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത്. കാരണം അവർക്കിതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹം വരുന്നു, മാപ്രകൾക്ക് ചോദ്യം ചോദിക്കാൻ ഇഷ്ടം പോലെ അവസരം കിട്ടുന്നു, ഇവരെ എല്ലാം പഞ്ഞിക്കിടുന്നു, അദ്ദേഹം എണീറ്റ് പോകുന്നു. ഇത് കാണാനൊരു പ്രത്യേക ചന്തമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന് ഇത്തരത്തിലൊരു സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൈരളിക്കാർ അത് ഭയങ്കര വലിയ വാർത്തയാക്കാൻ ശ്രമിച്ചപ്പോഴും അന്നും ജനത്തിൻ്റെ ഒരു മറുപടി ഇത്തരത്തിലുള്ളതായിരുന്നു. കാരണം പിണറായി വിജയൻ്റെ പ്രസ്താവനകളോ അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളോ ഒന്നും കാണാൻ ജനം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ സതീശൻ്റേത് കാണാൻ ജനത്തിന് അവർക്ക് രസമാണ്, അവരത് ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കാനാണ് പലപ്പോഴും ഈ ജനം കാത്തിരിക്കുന്നത്. അപ്പം ഈ വിവാദങ്ങളിലെല്ലാം തന്നെയും അദ്ദേഹത്തിന് ആ ഒരു ശൈലി, അത് ഈ പിണറായിയുടെ ശൈലി ജനത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിൽ ഇവിടെ സതീശൻ്റെ ശൈലി ജനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും കൂടി ഉള്ളതിനൊരു തെളിവല്ലേ ഇത്തരത്തിൽ ആ ഒരു സ്വീകാര്യത. ജനം ഇപ്പം നമുക്കറിയാം, ജനം എത്രത്തോളം പിണറായിയെ വെറുക്കുന്നോ അത്രത്തോളം മൈലേജ് സതീശന് കൂടുകയാണ്.
ഇവിടുത്തെ ഈ ജനത്തിന് പിണറായിയോട് കനത്ത വെറുപ്പ് വന്നുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തോൽവി ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഈ പിണറായിയെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി PR വർക്ക് പല രീതിയിൽ പല ഭാഗത്തു നിന്നും തള്ളി കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ തള്ളലൊന്നും ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചില്ല. തെറിയാണ്. അതിൻ്റെ എല്ലാ അടിയിൽ തെറിയാണല്ലോ. അങ്ങനെയാണല്ലോ അവർ ഒരു സർക്കുലർ ഇറക്കിയത്. പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ നമ്മൾ കയറി ഇൻട്രാക്ട് ചെയ്യണം, ഇപ്പം മൊത്തം നെഗറ്റീവ് കമൻറ്റാണ് വരുന്നത്. പക്ഷേ അതിനുശേഷവും അവിടെ എങ്ങും ആരും കയറാൻ പോയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയന് സ്വീകാര്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി സതീശനോട് ആർക്കും താല്പര്യം ഇല്ലെന്ന് തന്നെ കരുതിക്കൊള്ളുക. പിണറായിയോടുള്ള വിരോധം കാരണം അവർ സതീശനൊപ്പം നിൽക്കും. അതാണ് പിണറായിയുടെ മുൻകാല ചെയ്തികൾ. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി കാട്ടിക്കൂട്ടിയതെല്ലാം സതീശന് സത്യത്തിൽ ഈ ഒരു എന്താ പറയുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ. അതായത് CPM-ന്റെ അവസ്ഥ നമ്മൾ പറയുകയാണ്, 2 വിരൽ കോൺഗ്രസിന് നേരെ നീട്ടുമ്പോഴത്തേക്കും ബാക്കി 3 വിരലും അവരുടെ നേരെ നീട്ടപ്പെടുകയാണ്. അപ്പം സതീശൻ പറയുന്ന മറുപടികളെല്ലാം തന്നെ എല്ലാം ചെന്ന് അവസാനിക്കുന്ന ഏറ്റവും ഒടുവിൽ CPM-ന്റെ അല്ല, അദ്ദേഹം മറുപടി പറയുമ്പോൾ ആ മറുപടിയോടുകൂടി ആ വിഷയം അവിടെ തീരുകയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് അങ്ങനെയല്ല. പിണറായി വിജയൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കളുടെ അടുത്തോ ഒരു വിഷയം നമ്മൾ സംസാരിക്കുകയാണെന്ന് കരുതുക, ആ വിഷയം സംസാരിച്ച് തീർക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കില്ല. ആർക്കാ? ഈ നേതാക്കൾക്കില്ല. പക്ഷെ സതീശന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒറ്റയാനായിട്ടാണ് ശരിക്കും സർക്കാരിൽ പോകുന്നത്. ഇനി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന മന്ത്രിമാരുണ്ട്, ഒരുപാട് മന്ത്രിമാരുണ്ട്. പക്ഷെ അവരോട് ആരോടും അതിലിപ്പം ആൾക്കാരാകെ ചോദിക്കുന്ന ഒന്ന് KM മുരളീധരനോടായിരിക്കും. സത്യത്തിൽ മന്ത്രിസഭയിലെ ഒരു രണ്ടാമൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് KM മുരളീധരനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ ആയതോടെ പിന്നെ ഒരു മുതിർന്ന അംഗം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയേക്കാൾ ആൾക്കാർ കൂടുതൽ പ്രതികരണം ആരായുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് KM മുരളീധരൻ്റെ പ്രതികരണത്തിനാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തലയോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം കുറച്ച് ചോദ്യങ്ങൾ വന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KM മുരളീധരൻ്റെ അടുത്ത് മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒടുവിൽ തിരിച്ചടിയാകത്തക്ക രീതിയിലേക്ക് പ്രത്യേകിച്ച് ഇന്നലത്തെ സതീശൻ്റെ വിശദീകരണം കൂടി വന്നപ്പോഴത്തേക്കും അതിനൊരു പ്രതിരോധ വേറൊരു തലത്തിലേക്ക് അങ്ങ് മാറിപ്പെടുകയായിരുന്നു ചെയ്തത്. അതെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും നിലവിൽ സതീശൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സതീശന് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താണ് സത്യത്തിൽ രാഹുൽ. പക്ഷെ ആരും അദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട് അദ്ദേഹം പുറത്തായതായിട്ട് ആരും കാണുന്നുമില്ല. ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും ഉണ്ട്. ഇതിലെല്ലായിടത്തും അവിടെ അദ്ദേഹം ചെന്ന് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പാർട്ടി എന്നെ പുറത്തായിക്കോട്ടെ, ഞാൻ പാർട്ടിയെ വിട്ടു പോയില്ല എന്നാണ് അന്ന് തൊട്ടേ അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഈ വിവാദം വന്നപ്പോഴും നേതാക്കൾ നമ്മളീ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള നേതാക്കളുടെ ഒഴുക്കൻ മറുപടിയേക്കാൾ കൂടുതൽ പോയിന്റ് പറഞ്ഞ് ഇതിനെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, അത് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാം രാഹുലിന്. ഓരോ കാര്യം സംസാരിക്കുന്നതിന് വ്യക്തതയുണ്ട്, അടുക്കിച്ചിട്ടയുണ്ട്, ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം പറയുന്നുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ആ ഹെലികോപ്റ്റർ വിവാദത്തിൽ കണക്കുകൾ പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രതിരോധം തീർത്തത്. അത് അന്നത്തെ പത്രത്തിൽ ഈ പഴയ യാത്രയെ സംബന്ധിച്ചിട്ടുള്ള വിവരാവകാശത്തിനുള്ള മറുപടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ, അതായത് പൊതുവായ സൈബർ ഹാൻഡിലുകളും ഉണ്ട്, അല്ലാതെ വ്യക്തിപരമായിട്ട് വരുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സ്വന്തം നിലയിൽ സതീശനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നാൽ നമ്മളീ പറഞ്ഞ എന്താണ്, പാർട്ടിക്കകത്തും മന്ത്രിസഭയിലും ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട്, അതാണ് അദ്ദേഹത്തിന് വേണ്ടി. എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ കവർ ചെയ്ത് സംസാരിക്കുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം എന്നാൽ സതീശൻ സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് സ്വന്തമായിട്ട് മുന്നോട്ട് പോകില്ലേ, എന്നാൽ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ ഗ്രൂപ്പിസം ഒരു ഘടകമാണ്. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആണ് വരാൻ പോകുന്നത്. അത് വീണ്ടും വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അത് കൃത്യമായിട്ട് ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാതെ ഇപ്പം പോകുന്ന ഈ ഒരു ശൈലിക്ക് മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടല്ലോ. അതാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെ മുതിർന്ന ഒരു നേതാവായിരിക്കണം. അതായത് സതീശനെ കൂടി നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്ന ഒരു മുതിർന്ന നേതാവായിരിക്കണം KPCC പ്രസിഡൻ്റായിട്ട് വരിക. ഇപ്പോൾ ഷാഫി പറമ്പിലിനെയൊക്കെയാണ് പലരും പറയുന്നത് KPCC പ്രസിഡന്റ് യുവത്വം വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ലതാണ്, ശരിയാണ്. പക്ഷേ VD സതീശനെ പോലൊരു ആളെ, അദ്ദേഹത്തെയൊക്കെ ഒതുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അല്പം വിഷമം പിടിച്ച പരിപാടിയാണ്.
അങ്ങനെയുള്ള ഒരാൾ KPCC പ്രസിഡൻ്റായി വരണം. അതിനൊപ്പം തന്നെ ഓരോ വിഷയത്തിലും സതീശനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമുക്കറിയാം സതീശനേക്കാൾ കൂടുതൽ KC അനുകൂലികളാണ് പാർട്ടിയിൽ ഇപ്പോൾ കൂടുതലുള്ളത്, ഈ ഭരണത്തിൽ കൂടുതലുള്ളത്. എന്താണെങ്കിലും തൻ്റെ പ്രതിസന്ധികളെല്ലാം ഒറ്റയ്ക്ക് മറികടക്കാനുള്ള കഴിവും കരുത്തും ഉണ്ട് VD സതീശന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും സ്വന്തം പക്ഷവും ഒക്കെ എതിരെ നിന്നാലും അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം വളരെ ഈസിയായിട്ട് തന്നെ നീന്തിക്കടന്ന് മുന്നോട്ട് പോവുകയാണ്.